നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലളിതം സഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് തുടങ്ങാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായ കർമ്മയോഗോ നാമ്നേ തൃതീയോധ്യായേ ത്രയോദശ ശ്ലോകഃ. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യത്തെ സർവകിൽബിഷൈ ഭുഞ്ജത്തെ തേ ത്വഘം പാപാ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞത്തിൽ ശേഷിക്കുന്നത് മാത്രം യജ്ഞം ചെയ്ത് ശേഷിച്ചതായിട്ടുള്ള വസ്തുക്കളെ അനുഭവിക്കുന്ന സജ്ജനങ്ങൾ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടുന്നു. എന്നാൽ തങ്ങൾക്ക് വേണ്ടി തന്നെ ഭോഗസഞ്ചയം ചെയ്യുന്നവ പാപത്തെ തന്നെയാണ് ഭുജിക്കുന്നത്. നാമത്തിലേക്ക് വരാം. നാമം 527. ഹാകിനി രൂപധാരിണി. ഹാകിനിയാകുന്ന രൂപം ധരിച്ചിട്ടുള്ള ദേവിയെ ഹാകിനി രൂപധാരിണി എന്ന് വിശേഷിപ്പിക്കാം. ഹകാരത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഹാകിനി. ജീവവായുവായിട്ട് ഉച്ഛ്വാസത്തിനുള്ള ശക്തിയാണ് ഈ ഹാകിനി ദേവി നമുക്ക് പകർന്നു തരുന്നത്. ഈ ശക്തി തന്നെയാണ് ശരീരത്തിൻ്റെ മൊത്തം ഭരണം നടത്തുന്നത് എന്നും മനസ്സിലാക്കണം. കാരണം ഉച്ഛ്വാസവായു ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ശ്വാസനിശ്വാസ പ്രക്രിയകളില്ലാതെ എന്ത് മനുഷ്യജീവനാണ് അല്ലേ? ഹംസം എന്ന പദത്താൽ ശ്വാസനിശ്വാസങ്ങളെയാണ് നിർവഹിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഹംസത്തിൻ്റെ പരമമായിട്ടുള്ള പ്രതീകത്തെ ഹാകിനി എന്ന് പറയാം. എപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ കൂടെ ഈ ശക്തിയെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണ്? അതിൻ്റെ സുലഭത മൂലമാണ് അല്ലേ? അത് വളരെ ഏറെ ലഭ്യമാണ്. നാം അറിയുന്നതേ ഇല്ല അതിൻ്റെ ഒരു അഭാവം. ഏതൊന്നും സുലഭമാണെങ്കിൽ അതിന് പ്രത്യേകിച്ചൊരു ശ്രദ്ധ ഏതൊരാളും നൽകാറില്ല എന്നത് തികഞ്ഞ യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു സംശയവും വേണ്ട അല്ലേ? ഒരു കാലത്ത് വെള്ളമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു വികാരവും തോന്നാറില്ലായിരുന്നു അല്ലേ? കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ അങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പോൾ കഥ മാറി. കാരണം നമുക്കിപ്പോൾ പല വാർത്തകളും നമ്മുടെ കൺമുന്നിലുണ്ട് അല്ലേ? വെള്ളത്തിൻ്റെ ദൗർലഭ്യം അനുഭവിക്കുന്നവരെ പറ്റി അറിയുമ്പോൾ, വെള്ളത്തിൻ്റെ മൂല്യം മനസ്സിലായപ്പോൾ, അതിൻ്റെ ദുസ്ഥിതി മനസ്സിലായപ്പോൾ വെള്ളത്തെ പലരും ആദരിച്ചു തുടങ്ങി, സൂക്ഷിച്ചു വയ്ക്കുവാൻ തുടങ്ങി, നാളേക്ക് വേണ്ടി ചിന്തിച്ചു തുടങ്ങി. വായുവിനെയും അങ്ങനെ തന്നെയാണ്. മന്ത്രികോപനിഷത്തിൽ ഈ സൂക്തം നോക്കൂ. അഷ്ടപാദം ശുചിം ഹംസം ത്രിസൂത്രമണുമവ്യയം ത്രിവർമാനം തേജസോഹം സർവദ പശ്യന്ന പശ്യതി. 8 പാദം ചേർന്നിട്ടുള്ളതും ത്രിസൂത്രസഹിതമായിട്ടുള്ളതും തീർത്തും അണുവായിട്ടുള്ളതും ശുദ്ധമായിട്ടുള്ള ഹംസം മാത്രമാണ്. അങ്ങനെയുള്ള 3 കാലങ്ങളിലും വർത്തിക്കുന്ന തേജോരൂപനായിട്ടുള്ള എന്നെ എല്ലായിടത്തും അറിയുന്നുണ്ട് എങ്കിലും ഏതൊരാളും കാണുന്നില്ല. ഏതൊന്നിലും സമ്യക്കായിട്ട് തുടിക്കുന്ന ശ്വസനവായുവിനെ പറ്റി തന്നെയാണ് ആ ശ്ലോകം പറയുന്നത്. അതിൻ്റെ 8 പാദങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുര്യം, തുര്യാതീതം, ഉന്മനി, അജപ, ഉപസംഹാരകൻ എന്നിങ്ങനെ. 3 സൂത്രങ്ങളോ? അത് ഉച്ഛ്വാസം, വ്യാപനം, നിശ്വാസം. 3 കാലങ്ങൾ ഭൂതം, വർത്തമാനം, ഭാവി. ഇപ്പോൾ 3 സൂത്രങ്ങൾ എന്ന് പറഞ്ഞല്ലോ. നമുക്ക് വായുവിനെ ഉച്ഛ്വസിക്കുമ്പോൾ നമ്മളിങ്ങനെ മേലോട്ടെടുത്ത് അത് കുറച്ച് സമയം ശരീരത്തിൽ ഉണ്ടാവും അല്ലേ? അത് അപ്പോഴേക്കും എല്ലാം വ്യാപിച്ചു കഴിയും. പിന്നെ നിശ്വാസമായി. ഇങ്ങനെയുള്ള ജീവവായുവിനെ പറ്റി എത്ര പേര് ഓർക്കുന്നുണ്ടാവും എന്ന് ചിന്തിച്ചു നോക്കൂ ഇല്ലേ? എന്നാൽ വായുവിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിയ ഒരു സംസ്കൃതി പുരാതന കാലം മുതൽക്കേ ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് സത്യം. അവർ വായുവിൻ്റെ ശക്തിയായിട്ടൊരു ദേവതയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരാധിക്കുകയാണ്. വായുവിനൊരു പത്നിയുമുണ്ട്. എന്താ നാമമെന്നോ? സ്വസ്തി. വായുവിൻ്റെ ശക്തിയായിട്ട് വിരാജിക്കുന്നതും സ്വസ്തി ദേവി തന്നെയാണ്. ഇനി തൊട്ടു മുമ്പിലത്തെ നാമവുമായിട്ടൊന്ന് ചേർത്ത് നോക്കാം. അതായത് ഹരിദ്രാനീകരസിക. ആ ശക്തിയെ ഹാകിനി എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ഒരു പെൺകുട്ടി അരങ്ങിലാടുമ്പോൾ നാം അവളെ എന്താണ് വിശേഷിപ്പിക്കുക? നർത്തകി എന്ന് പറയും അല്ലേ? അഭിനയിക്കുമ്പോഴോ അഭിനേത്രി എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഇത്. ഓരോരോ കർമ്മങ്ങളെ നിഷ്ഠയോടെ അനുഷ്ഠിക്കുമ്പോൾ ആത്മസ്വരൂപം
ഹാകിനി എന്ന രൂപത്തിലാകുകയാണ്. ഇനി നമുക്ക് ധാതുവിനെ കൂടെ നോക്കണം. ഇപ്പോൾ ഏത് ധാതുവാണ്? മജ്ജാധാതു അല്ലേ? ആ മജ്ജാധാതുവിലേക്ക് വരുമ്പോൾ ഓരോരോ ശരീരഭാഗങ്ങളിലും ഓരോരോ ശക്തികൾ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഓരോ ധാതുവിലും ഓരോ ശക്തിവിശേഷം അടങ്ങിയിട്ടുണ്ട്. ആ ശക്തിവിശേഷങ്ങളെ ഓരോരോ പേരുകളാൽ വിശേഷിപ്പിക്കുകയാണ്. നമ്മുടെ ആരാധനാ സ്വരൂപം ഒന്നു തന്നെയാണ്, എന്നാൽ കൂടെ ആ ഒന്നിൻ്റെ വിവിധ ഘടകങ്ങളായിട്ട് ഇതിനെ കാണണം. ആ ഒന്നിലേക്ക് എത്തിപ്പെടാനുള്ള ഘടകങ്ങളായിട്ട് മനസ്സിലാക്കണം. നാം ആരാധിക്കുന്ന മഹാശക്തി ഹാഗ്നി എന്ന രൂപത്തിലാണ് മജ്ജയിൽ കുടികൊള്ളുന്നത്. ആ ശക്തിയിൽ നിന്നാണ് മറ്റെല്ലാ ശക്തികളും സംജാതമായിരിക്കുന്നത്. ഇതിനെ ആരാധനാ മാധ്യമത്തിലൂടെ സങ്കല്പിക്കുമ്പോഴാണ് നമ്മൾ മുമ്പ് പ്രസ്താവിച്ച അലങ്കാരങ്ങളൊക്കെ കടന്നു വരുന്നത്. അവിടെ ആജ്ഞാചക്രത്തിലുള്ള 2 ഇതൾ താമരപ്പൂവിൽ ചതുർബാഹുക്കളോടുകൂടെ 6 മുഖങ്ങളോടും കൂടെ മഞ്ഞൾ ചേർത്ത് നൈവേദ്യം ഇഷ്ടപ്പെടുന്നവളായിട്ട് നിർമ്മലയായ ഹാകിനി ദേവി മജ്ജയെ ശ്രദ്ധിച്ചുകൊണ്ട് ഹംസവതി, ക്ഷമാവതി എന്നീ അക്ഷരദേവതമാരാൽ പരിവൃന്തയായിരിക്കുകയാണ്. എത്ര മനോഹരമാണ് ആ സങ്കല്പം എന്ന് ആലോചിച്ച് നോക്കൂ. സംവർത്തകൻ എന്ന മഹാഭൈരവന്റെ പത്നി കൂടെയാണ് ഹാകിനി ദേവി. ഇനി യോഗാഭ്യാസത്തിലുള്ള ഒരു മുദ്ര ഹാകിനി മുദ്ര എന്ന് പറയും. യോഗ, ഹാകിനി ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ ഇത് യോഗ സാധന ചെയ്യുന്നവർക്കല്ലേ എന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. കാരണം ഇതെല്ലാം നമുക്കും ബാധകമാണ്. നമ്മളിൽ പലരും ഈ മുദ്ര ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്നോ, നാം ഒരു കാര്യം മറന്നുപോയി എന്ന് കരുതുക. മറക്കുക എന്നാൽ നാവിന് മുമ്പിൽ ഉണ്ടാവും, അതൊന്ന് മനനം ചെയ്തെടുക്കുകയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് എന്താ ചെയ്യാം? ചിലർ തലചൊറിയും, മറ്റു ചിലരാകട്ടെ 2 കൈയിലെയും വിരൽത്തുമ്പുകൾ മാത്രം ചേർത്ത് വെച്ച് ആലോചിക്കും, ഇല്ലേ? ഏതാണ്ടൊരു ത്രികോണാകൃതിയാണ് അപ്പോൾ നമുക്കുണ്ടാവുന്നത്. ജ്ഞാനമുദ്ര എന്നറിയപ്പെടുന്ന ഈ മുദ്ര ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാൻ അത്യുത്തമമാണ് എന്നും കൂടെ പറയപ്പെടുന്നു. യോഗശാസ്ത്രപ്രകാരം നെറ്റിയിലെ ചക്രത്തെ ഉണർത്തുന്നതാണ് ഇത്. പറഞ്ഞാൽ അനവധി പറയാനുണ്ടാവും. തത്കാലം നാമത്തെ ഇവിടെ അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത എന്തായിരിക്കണം? നമ്മുടെ ഓർമ്മശക്തിയെ ഒന്ന് മനനം ചെയ്യുക എന്നുള്ളതായിരിക്കണം. ഇടയ്ക്ക് തലയ്ക്കും പണി കൊടുക്കുക, ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഓർമ്മശക്തിയുടെ പ്രഭാവം അറിയിച്ചുകൊണ്ടായിരിക്കട്ടെ ഹാകിനി ദേവി അനുഗ്രഹവർഷങ്ങൾ ചൊരിയുന്നത്. നമസ്കാര ശബ്ദം ഓം ഹാകിനി രൂപധാരിണീ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി.